ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർഡിനേറ്റ് ജോമെട്രിയുടെ ബാക്കി കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഷോ ദാറ്റ് ദി പോയിന്റ്സ് 5, 2 ആൻഡ് 6, subtend എ റൈറ്റ് ആംഗിൾ അറ്റ് ദി ഒറിജിൻ. അതായത് നമുക്ക് രണ്ട് പോയിന്റ്സ് എടുക്കാം. 5, 2 നമുക്ക് എന്താണ് എ ആയിട്ട് കൺസിഡർ ചെയ്യാം. എ ഈക്വൽ ടു എന്താണ് 5, 2 എന്നും നമുക്ക് ബി എന്തായിട്ട് കൺസിഡർ ചെയ്യാം 6, എന്ന് നമുക്ക് എന്ത് ചെയ്യാം കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിനെ നമ്മൾ ഒറിജിനുമായിട്ട് എന്താണ് ഒന്ന് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒറിജിനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറുകയാണ്, ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് മാറുമെന്ന് നമുക്ക് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് നമുക്ക് ഈ ആംഗിൾ ഒ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒ എയുടെ സ്ലോപ്പും വേണം, ഒ ബിയുടെ സ്ലോപ്പും വേണം. അപ്പോൾ സ്ലോപ്പ് ഓഫ് ഒ എ എന്തായിരിക്കും ഇവിടെ, ഒ എയുടെ സ്ലോപ്പ് എന്തായിരിക്കും, ഇത് നമുക്ക് ഒ എയുടെ കോർഡിനേറ്റ് ഒറിജിൻ അല്ലേ, അപ്പോൾ അത് 0, 0 ആയിരിക്കും അല്ലേ. അപ്പോൾ y2 - y1 / s2 - x1. അപ്പോൾ എന്താണ് y2 എത്രയാണ്, y2 ആയിട്ട് നമുക്ക് ആരെ കൺസിഡർ ചെയ്യാം, y2 ആയിട്ട് നമുക്ക് 2നെ കൺസിഡർ ചെയ്യാം. ഇത് x1, ഇത് y1 ആയിട്ട് എടുക്കണേ. അപ്പോൾ y2 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, y2 ആയിട്ട് 0 തിരിച്ചെടുക്കണത് കുറച്ച് എളുപ്പം. ഇത് x1, y1 എന്ന് വേണ്ട, അത് നമുക്ക് എന്തായിട്ട് എടുക്കാം, ഇതിനെ x1, y1 എന്നും ഇതിനെ നമുക്ക് എന്താണ്, ഇതിനെ s2, y2 എന്ന് എടുക്കാം. അപ്പോൾ എന്താവും, y2 - y1, y2 ആരാണ് 2, 2 - 0 s2 ആരാണ് 5, 5 - 0. ആൻസർ നമുക്ക് എന്ത് കിട്ടും, 2/5 എന്ന് കിട്ടും. അപ്പോൾ ഒ എ എന്ന് പറയുന്ന ലൈൻ്റെ സ്ലോപ്പ് എന്താണ്ടാ 2/5 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ പറയുന്ന എന്താണ് സ്ലോപ്പ് ഓഫ് ഒ ബി കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഓഫ് ഒ ബി. അപ്പോൾ അതിൽ നമുക്ക് എന്താണ്, ഇതിനും നമുക്ക് x1, y1 എന്ന് നമുക്ക് ഇതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം, s2, y2 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ സ്ലോപ്പ് ഓഫ് ഒ ബി എന്താണ്, y2 - y1, y2 ആരാണ്ട -15 - 0 s2 - x1, s2 ആരാണ്ട 6 - x1 ആരാണ് 0. അപ്പോൾ ആൻസർ -15 - 0, ഇവിടെ -15 0 മൈനസ് നമുക്ക് എന്ത് തന്നെ കിട്ടും, -15 തന്നെ കിട്ടും. 6 0 പോയാൽ എന്താണ് ആൻസർ, 6 ആണ്. നമുക്കിവിടെ എന്താണ് ഈ 15ഉം ഈ 6ഉം കൂടെ എന്ത് ചെയ്യാം, 3 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 15ൽ എത്ര ടൈം പോവും, 5 ടൈം, 6ൽ എത്ര ടൈം പോവും, 2 ടൈം. സോ അതിൻ്റെ ആൻസർ -5/2 എന്ന് കിട്ടും. സോ ഒ ബി എന്ന് പറയുന്ന ലൈൻ്റെ സ്ലോപ്പ് എന്താണ്ടാ -5/2 ആണ്. നമുക്കിവിടെ എന്താണ്, ഇത് 90 ഡിഗ്രി ആണോ എന്നല്ലേ ചെക്ക് ചെയ്യേണ്ടത്. 90 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും, ഇതിൻ്റെ സ്ലോപ്പ് ഞാൻ M1 എന്ന് എടുക്കുകയാണ്. M1 നമുക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്, ആദ്യം 2/5 അല്ലേ, 2/5. അടുത്തതിൽ ഇതിൻ്റെ സ്ലോപ്പിനെ ഞാൻ എന്താണ് എടുക്കേണ്ട, M2 എന്ന് എടുക്കണം. M2 എന്താണ് നമുക്ക് കിട്ടിയത്, -5/2. ഈ രണ്ടിനെയും കൂടെ സ്ലോപ്പിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക, M1 × M2 എടുക്കുക. M1 എത്രയാണ്ടാ, M1ൻ്റെ വാല്യൂ 2/5 ഇൻറ്റു M2ൻ്റെ വാല്യൂ എത്രയാണ്, -5/2. ഈ ഒരു 2ഉം ഈ ഒരു 2 കൂടെ ക്യാൻസൽ ചെയ്യാം. അതുപോലെ ഈ ഒരു 5ഉം ഈ ഒരു 5 കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഫൈനൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും, -1 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ രണ്ട് സ്ലോപ്പിൻ്റെ പ്രോഡക്റ്റ് -1 ആണെങ്കിൽ നമ്മൾ എന്താണ് പഠിച്ചു വെച്ചിട്ടുള്ളത്, ആ ഒരു ലൈൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് പറയാം, ഈ പറയുന്ന എയും ബിയും ഒറിജിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആണ്ടാ, 90 ഡിഗ്രിയാണ് നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഓക്കെ, ഒ എ ആൻഡ് ഒ ബി ആർ പെർപെൻഡിക്കുലർ ആൻഡ് സോ ദി ഗിവൺ പോയിന്റ് subtend എ റൈറ്റ് ആംഗിൾ അറ്റ് ദി ഒറിജിൻ നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞു വെക്കാം. എടാ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട്. ഈ രണ്ട് ലൈൻസിനിടയിലുള്ള ആംഗിൾ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഇക്വേഷൻ ഇവിടെ ഏതാണ്ടാ, x - y + 1 = 0. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു ലൈൻ്റെ ഇക്വേഷൻ ഈ ഒരു ഫോർമാറ്റിലാണെങ്കിൽ എന്താണ്, ax + by + c = 0 ഈ ഒരു ഫോർമാറ്റിലാണെങ്കിൽ നമ്മൾ ആംഗിളെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആ ഒരു ഇക്വേഷൻ നമുക്കിവിടെ യൂസ് ചെയ്യേണ്ട. കാരണം നിങ്ങൾ എല്ലാ ഇക്വേഷനും കൂടെ ടോട്ടലി പഠിച്ച് ആകെ കൺഫ്യൂസ് ആവേണ്ട ആവശ്യമില്ല. ആ ഒരു ഇക്വേഷൻ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നില്ല. A1ഉം B1 ഒക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നില്ല, ആ ഒരു ഇക്വേഷൻ ഞാൻ യൂസ് ചെയ്യുന്നില്ല. പകരം നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും, സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും, സ്ലോപ്പ് ഈ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, A1x + B1y + C1 = 0 ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും,
a1/b1 ആയിരിക്കും. എന്തായിരിക്കും? -a1 എന്തായിരിക്കും ഇവിടെ? b1. ഇത് നമ്മൾ പഠിച്ച കാര്യമാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് എന്തായിരിക്കും? ഇവിടെ -a1 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഫ്രണ്ടിലുള്ള നമ്പർ. എക്സിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഏതാണ്ടാ നമ്പർ? എക്സിൻ്റെ ഫ്രണ്ടിൽ നമ്പർ ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്പർ ഏതായിരിക്കും? 1 ആയിരിക്കും. എന്തായിരിക്കും ഇവിടെ ആൻസർ? എത്രയായിരിക്കും? 1. സോ മൈനസ്, നമ്മുടെ ഇക്വേഷനുള്ള സിമ്പിളാണിത്. മൈനസ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആരാണ്ട? 1 ആണ്. 1/. ഇനി നമുക്ക് b1ലേക്ക് വരാം. ഇവിടെ b1 നോക്കിക്കുക. അതായത് b1 എന്ന് പറഞ്ഞാൽ വൈയുടെ ഫ്രണ്ടിൽ ഇപ്പോൾ നമ്പറൊന്നുമില്ല, പക്ഷേ ഒരു സിമ്പിൾ കിടക്കുന്നുണ്ട്, ഒരു മൈനസ് സിമ്പിൾ കിടക്കുന്നത് കണ്ടോ? അങ്ങനെയാണെങ്കിൽ വൈയുടെ ഫ്രണ്ടിലുള്ള നമ്പർ ആരാണത്? -1 ആണ്. ആരാണ്? -1 ആണ് ആ നമ്പർ. അപ്പോൾ -1/-1. ഈ ഒരു മൈനസും ഈ ഒരു മൈനസും നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ഫൈനൽ 1/1 നമുക്ക് എന്ത് കിട്ടും ആൻസർ? 1 എന്നുള്ള ഒരു ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ലൈൻ്റെ സ്ലോപ്പ് നമുക്ക് കിട്ടി, 1 എന്ന് കിട്ടി. ഞാൻ അതിനെ m1 എന്ന് എടുക്കണം. എന്താ? m1 = 1. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ അതാണ്ട √3x + y + √2 = 0. അവിടുന്ന് സ്ലോപ്പ് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് -a1/b1. a1 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഫ്രണ്ടിലുള്ള നമ്പർ ആരാണ്ട? √3. അപ്പോൾ √3/. ഇനി മൈനസ് ഉണ്ട്, എടാ മൈനസ് എക്സിൻ്റെ ഫ്രണ്ടിലുള്ള നമ്പർ ആരാണ്? √3. അപ്പോൾ -√3/. ഇനി b1 എന്ന് പറഞ്ഞാൽ ആരാണ്ട? വൈയുടെ ഫ്രണ്ടിലുള്ള നമ്പർ. വൈയുടെ ഫ്രണ്ടിൽ വല്ല നമ്പർ ഉണ്ടോ? അപ്പോൾ ആൻസർ എന്താണ്? 1 ആണ്. അപ്പോൾ -√3/1 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? -√3. അപ്പോൾ നമുക്ക് സ്ലോപ്പ്, സെക്കൻഡ് സ്ലോപ്പ് നമുക്ക് എന്തായിട്ട് എടുക്കാം? -√3 എന്ന് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് സ്ലോപ്പ് കിട്ടി, നമുക്ക് സെക്കൻഡ് സ്ലോപ്പ് കിട്ടി. ഇനി നമുക്ക് ആരെയാണ് വേണ്ടത്? ഇനി നമുക്ക് ഇതിനിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്താണ്? tan θ നമ്മൾ പഠിച്ച സംഭവമാണ്. tan θ എന്താണ്? tan θ m1 - ഓർമ്മയുണ്ടോ? m1 - m2/1 + m1 m2. ഇതായിരുന്നു ആ ഇക്വേഷൻ. നമുക്ക് നേരെ ഈ ഒരു ഇക്വേഷൻ്റെ അതിലോട്ട് കൊടുക്കാം. m1ൻ്റെയും m2ൻ്റെയൊക്കെ വാല്യൂ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ m1 എന്ന് പറഞ്ഞാൽ ആരാണ്? 1 - m2 എന്ന് പറഞ്ഞാൽ -√3/1 + m1 എന്ന് പറഞ്ഞാൽ 1 × m2 എന്ന് പറഞ്ഞാൽ -√3. ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ മൈനസ് വരുമ്പോൾ അവിടെ എന്താവൂടാ? പ്ലസ് ആവും അല്ലേ? അപ്പോൾ 1 + √3/, താഴെ 1 ഞാൻ അതുപോലെ എഴുതി, 1 × -√3. 1 × -√3 എന്താണ് ആൻസർ? -√3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നോർമലി അതായത് ഡിനോമിനേറ്ററിൽ എന്ത് വരാൻ പാടില്ല? റൂട്ട് വരാൻ പാടില്ല. നമ്മളപ്പോൾ ഇവിടെ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ, താഴെ 1 - √3 ആണെങ്കിൽ നമ്മൾ താഴെ എന്ത് ചെയ്യും? ഒരു 1 + √3 കൊണ്ട് ഇൻറ്റു ചെയ്യും. അപ്പോൾ താഴെ 1 + √3 ആയിരുന്നെങ്കിലോ നമ്മൾ ആരെ കൊണ്ട് ഇൻറ്റു ചെയ്യും? 1 - √3 കൊണ്ട് ഇൻറ്റു ചെയ്യും. ഇപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഇൻറ്റു ചെയ്തത് 1 + √3 ആയതുകൊണ്ട് മുകളിലുള്ള സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യും? 1 + √3 കൊണ്ട് എന്ത് ചെയ്യും? ഇൻറ്റു ചെയ്യും. ഇത് നമ്മൾ റാഷണലൈസ് ചെയ്യുക എന്ന് പറയും. അതിൻ്റെ നിങ്ങൾ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ 1 + √3 × 1 + √3 എന്തായിരിക്കും ആൻസർ? 1 + √3 ഹോൾ സ്ക്വയർ. എക്സ് × എക്സ് എന്താണ് ആൻസർ? x² എന്ന് പറയും പോലെ. ഓക്കെ, ബൈ 1 + √3 × 1 - √3. നിങ്ങൾക്കറിയാം a + b × a - b. ആൻസർ എന്താണ്ടാ? a² - b². അപ്പോൾ 1 + √3 × 1 - √3 എന്തായിരിക്കും ആൻസർ? 1² - √3യുടെ സ്ക്വയർ. എക്ക് പകരം 1, അതുപോലെ ബിക്ക് പകരം ഇവിടെ ആരാണ്ട? √3. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + √3 ഹോൾ സ്ക്വയർ a + b ഹോൾ സ്ക്വയർ. എന്താണ്ട് a + b ഹോൾ സ്ക്വയർ? a + b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്ടാ മക്കളെ പറഞ്ഞേ? a² + 2ab + b² അല്ലേ? അപ്പോൾ 1 + √3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? 1² + 2 × 1 × √3 + √3യുടെ സ്ക്വയർ ബൈ 1ൻ്റെ സ്ക്വയർ 1 മൈനസ് √x സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആൻസർ എക്സ് ആണ്. അപ്പോൾ √3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്ടാ? 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1² വാല്യൂ എത്രയാണ്ടാ? 1 + 2 × √3. ആൻസർ എന്താണ്? 2 √3 + √3യുടെ സ്ക്വയർ എന്താണ്? 3 ബൈ 1 - 3 എന്ന് പറയുന്ന ആൻസർ എന്താണ്ടാ? -2. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 3. 1 + 3 എത്രയാണ്ടാ? 1 + 3
4 പ്ലസ് 2√3/-2. താഴെ ഒരു -2 ആയതുകൊണ്ട് ഞാൻ മുകളിൽ നിന്നൊരു -2നെ അങ്ങ് പുറത്തെടുക്കുകയാണ്. -2നെ പുറത്തെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? 4ൽ നിന്ന് -2നെ പുറത്തെടുക്കുക എന്ന് പറയുമ്പോൾ 4നെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും ആൻസർ? -2 കിട്ടും. അതുപോലെ 2√3യിൽ നിന്ന് -2നെ പുറത്തെടുക്കുക എന്ന് പറയുമ്പോൾ 2√3യെ നമ്മൾ എന്ത് ചെയ്യും? -2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? -√3 കിട്ടും. -√3 ഓൾ ഡിവൈഡ് ബൈ -2. -2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ -2 - എന്നൊരു ആൻസർ കിട്ടും. അപ്പോൾ നമ്മളിത് എവിടെയാണ് തുടങ്ങിയത്? ടാൻ തീറ്റയിലല്ലാടാ തുടങ്ങിയത്. അപ്പോൾ ടാൻ തീറ്റയുടെ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടി? -2 - എന്നല്ലേ കിട്ടിയത്. നമുക്കിവിടെ ആരെയാണ് ആവശ്യം? ആംഗിളാണ് ആവശ്യം. അപ്പോൾ തീറ്റ ഈക്വൽ ടു ഈ ടാൻ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ടാൻ ഇൻവേഴ്സ് -2 - എന്നാവും. ഇത്രയേ ഉള്ളൂ. നിങ്ങളിതിൽ വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. ഇത്ര മാത്രമേ ഇതിൽ ചെയ്യാനായിട്ടുള്ളൂ. ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാടാ. y = 1/√3x - 4. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലോട്ട് കൊണ്ടുവരണം. നമ്മുടെ ഒരു കറക്റ്റ് ഇക്വേഷൻ സ്ട്രക്ചറിലാണോ ഇത് കിടക്കുന്നത്? അല്ല. അപ്പം നമുക്കിതിനെ എന്ത് ചെയ്യാം? ഒരു കറക്റ്റ് ഇക്വേഷൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഫോർമാറ്റിലേക്ക് എന്ത് ചെയ്യാം? കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ? വീണ്ടും എന്താണ് ഇതിനെ y ഒരു സൈഡിലോട്ട് കൊണ്ടുവരും അല്ലേ? y-ഉം x-ഉം -4 എല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുവരും. പക്ഷേ കുറച്ചും കൂടെ നമ്മളൊന്ന് ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിത് മനസ്സിലാവും. ഇതെന്തോ ഒരു ഫോർമാറ്റിൽ നമ്മൾ പഠിച്ച ഒരു ഇക്വേഷൻ്റെ ഫോർമാറ്റിലാണ് ഈ ഇക്വേഷൻ കിടക്കുന്നത്. y = mx + c എന്ന് നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? അതായത് നമുക്കൊരു സ്ലോപ്പും തരും, y ഇൻ്റർസെപ്റ്റും തരും. സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞ് നമ്മളന്ന് പഠിച്ചായിരുന്നു. സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. മനസ്സിലാവാത്തവർ എന്ത് ചെയ്യുക? ആ ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതെല്ലാം ഒന്നുകൂടെ എടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ y = എന്താണ്? mx + c എന്ന് പറഞ്ഞ് നമ്മൾ എന്താണ് ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു. അപ്പോൾ അതേ സ്ട്രക്ചറിലാണ് ഇവിടെ കിടക്കുന്നത്. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എന്താണ്? ഡയറക്റ്റായിട്ട് തന്നേക്കുകയാണ്. അതായത് സ്ലോപ്പ് നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. m1 ഇതിൻ്റെ സ്ലോപ്പ് എന്താണ്? എക്സിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ഇക്വേഷൻ ആ നമ്പർ ഏതാണ്? 1/√3. അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് ആരാണ്ടാ? 1/√3. അടുത്ത ഇക്വേഷൻ അതുപോലെയാണ്. y = എന്താണ്? √3x + 5. അങ്ങനെയാണെങ്കിൽ m2 എന്താണ്? നിങ്ങൾ തന്നെ പറയും എന്താണ്? എക്സിൻ്റെ കൂടെയുള്ള നമ്പർ ആരാണ്ടാ? √3 ആണ്. അപ്പോൾ നമുക്ക് m1ഉം കിട്ടി, m2ഉം കിട്ടി. അതിനിടയിലുള്ള ആംഗിൾ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഒരു ആംഗിൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇക്വേഷൻ പറഞ്ഞു. ടാൻ തീറ്റ = ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടാൻ തീറ്റ = m1 - m2/1 + m1 m2. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടാൻ തീറ്റ = m1 ഇവിടെ ആരാണ്? 1/√3 മൈനസ് m2 ആരാണ്ടാ? √3/1 എന്ന് കൊടുക്കുകയാണടാ ഞാൻ. നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഓൾ ഡിവൈഡഡ് ബൈ 1 + m1 m2. m1 ആരാണ്? 1/√3 ഇൻറ്റു m2 ആരാണ്? √3. ഈ ഒരു √3യും ഈ ഒരു √3യും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. മുകളിൽ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ആണ്. 1നെ 1 കൊണ്ട് ഇൻറ്റു ചെയ്യാണ്. -√3 × √3/√3 × 1 നിങ്ങൾ ചെയ്ത് പോവുകയാണേ. അപ്പോൾ 1 × 1 1 -√3 × √3 എന്താണ് ആൻസർ? 3/√3 × 1 എന്താണ്? √3 ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെ 1 + √3 ക്യാൻസലായി. പിന്നെ ബാക്കി അവിടെ ആരുണ്ട്? 1 ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 3. ആൻസർ എന്താണ്ടാ? -2/√3 ഓൾ ഡിവൈഡ് ബൈ 1 + 1 എന്താണ്? 2. 2 ഞാൻ 2/1 എന്ന് എഴുതുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -2/√3 മുകളിൽ അതുപോലെ തന്നെ ഉണ്ടാവും. താഴെയുള്ള 2/1 മുകളിൽ വരുമ്പോൾ എന്താവും? അത് 2/1 1/2 എന്നാവും. ഈ ഒരു 2ഉം ഈ ഒരു 2 കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? -1/√3. എന്താണ്ടാ? -1/√3. നമ്മൾ എവിടെയാണ് തുടങ്ങിയത്? നമ്മൾ ടാൻ തീറ്റയിൽ തുടങ്ങി എന്ത് ആൻസറിലെത്തി? -1/√3യിലെത്തി. അപ്പോൾ ടാൻ തീറ്റ = എന്താണ്ടാ? -1/√3. ടാൻ തീറ്റ = -1/√3. ഇപ്പോൾ 1/√3 ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരുന്നു ഏതിലാണ് ആൻസർ കിട്ടുന്നതെന്ന്.
അറിയാൻ പറ്റും അല്ലേ? ടാൻ തീറ്റ ഈക്വൽ ടു 1/√3 ആണെങ്കിൽ ആൻസർ അവിടെ എന്തായിരുന്നു? 1/√3 ആണെങ്കിൽ 30 ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഫ്രണ്ടിലൊരു മൈനസൊക്കെ ഉള്ളത് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ട്രിഗണോമെട്രി നല്ല രീതിയിൽ പഠിക്കുമ്പോൾ അതിന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ തൽക്കാലം നിങ്ങളിങ്ങനെ പഠിച്ചു വയ്ക്കുക. തീറ്റ ഈക്വൽ ടു എന്താണ്? ടാൻ ഇൻവേഴ്സ് -1/√3 ആണ്. ഇതിനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ ഞാൻ തൽക്കാലം എന്ത് ചെയ്യുകയാണ്? ആൻസറായിട്ട് അങ്ങ് എഴുതി വയ്ക്കുകയാണ്. 150 ഡിഗ്രി എന്നുള്ള ആൻസറായിട്ട് എഴുതി വയ്ക്കുകയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എവിടെ പഠിക്കും? ട്രിഗണോമെട്രിയിൽ പഠിക്കും. ഓക്കെ, ഇപ്പം ഞാൻ എന്താണ് അതിലോട്ട് പറയുന്നില്ല. തൽക്കാലം നിങ്ങൾ ടാൻ ഇൻവേഴ്സ് -1/√3 എന്ന് എഴുതി വെച്ചാൽ വരെ, അതുവരെ എഴുതി വെച്ചാൽ വരെ എന്താണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും, പേടിക്കണ്ട. അപ്പോൾ തൽക്കാലം ഞാൻ എന്താണ് അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണേ. അടുത്തൊരു ക്വസ്റ്റ്യൻ എനിക്ക് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ദി ലൈൻ 7x - y + 3 = 0 ആൻഡ് s + 7y - 2 = 0 ആർ പെർപെൻഡിക്കുലർ. അതായത് ഈ രണ്ട് ലൈൻസും പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഏതാണ്ടാ? 7x - y + 3 = 0 ആണ്. നമ്മുടെ ലൈനിൻ്റെ ഇക്വേഷൻ്റെ സ്ട്രക്ചറിൽ തന്നെയാണ് ഇത് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും? -a/b. a എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഫ്രണ്ടിൽ നമ്പർ ആരാണ്ടാ? 7 ബൈ b എന്ന് പറഞ്ഞാൽ ആരാണ്? വൈയുടെ ഫ്രണ്ടിൽ നമ്പർ ആരാണ്? -1. മൈനസും മൈനസും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും ആൻസർ? 7 എന്നുള്ള ഒരു ആൻസർ കിട്ടും. ഇനി നമുക്ക് രണ്ടാമത്തെ സ്ലോപ്പ്, അപ്പോൾ ഇത് നമുക്ക് m1 എന്ന് എടുക്കാം അല്ലേ? അപ്പോൾ m1 = 7. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ലൈനിലേക്ക് പോകാം. രണ്ടാമത്തെ ലൈൻ ആരാണ്ടാ? x + 7y - 2 = 0. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും ഇവിടെ? സ്ലോപ്പ് -a1. a1 എന്ന് പറഞ്ഞാൽ ആരാണ്ടാ? എക്സിൻ്റെ ഫ്രണ്ടിൽ നമ്പർ ആരാണ്? 1 ബൈ b1. b1 ആരാണ്? വൈയുടെ ഫ്രണ്ടിൽ നമ്പർ ആരാണ്ടാ? 7. അപ്പോൾ ആൻസർ -1/7. അതായത് m2ൻ്റെ വാല്യൂ ഏതാണ്? -1/7. അപ്പോൾ m1ഉം കിട്ടി, m2ഉം കിട്ടി. ഇനി നമുക്ക് വേണ്ട എന്താണ്? ഈ രണ്ട് ലൈൻസും പെർപെൻഡിക്കുലർ ആണോ എന്ന്. പെർപെൻഡിക്കുലർ ആണെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? രണ്ടിൻ്റെയും കൂടെ സ്ലോപ്പിൻ്റെ പ്രോഡക്റ്റ് എന്ത് കിട്ടണം? -1 കിട്ടണം. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ m1 × m2 ചെയ്ത് നോക്കാം നമുക്ക്. m1 എന്ന് പറഞ്ഞാൽ ആരാണ് ഇവിടെ? 7 × m2 എന്ന് പറഞ്ഞാൽ ആരാണ്? -1/7. 7ഉം 7 ക്യാൻസലായി പോവും. -1 എന്നുള്ള ഫൈനൽ ആൻസർ കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ രണ്ട് ലൈൻസും എന്താണ്ടാ? എന്ത് ലൈൻസാണ്? പെർപെൻഡിക്കുലർ ലൈൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത ദിവസം നോക്കിയേ. ഫൈൻഡ് ദി വാല്യൂ ഓഫ് k if the lines 8kx + 2 - 3k × y + 1 = 0 and ks + 8y + 7 = 0 are perpendicular to each other. അതായത് ഈ രണ്ട് ലൈൻസും എന്താണ്ടാ? പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? കെയുടെ വാല്യൂ ആണ് വേണ്ടത്. നമുക്കറിയാം രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ m1 × m2 ആൻസർ എന്തായിരിക്കും? -1 ആയിരിക്കും. ഈ ഒരു സംഭവമാണ് നമുക്ക് ആദ്യം എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സിൽ വരേണ്ടത്. രണ്ട് ലൈനിൻ്റെയും സ്ലോപ്പിൻ്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? -1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ളത് ആരെയാണ്? രണ്ടിൽ നിന്നും നമുക്ക് ആരെയൊക്കെ വേണം? m1ഉം വേണം, m2 നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ഇക്വേഷൻ ഞാൻ എഴുതുകയാണ്. ഒന്നാമത്തെ ഇക്വേഷൻ ഏതാണ്ട? 8kx + 2 × -3ky + 1 = 0. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും? ഇവിടെ സ്ലോപ്പ് -a/b അല്ലേ? -a എന്ന് പറഞ്ഞാൽ ആരാണ്ട? എക്സിൻ്റെ ഫ്രണ്ടിലുള്ള ആരാണ്ട? 8k ബൈ b എന്ന് പറഞ്ഞാൽ ആരാണ്? വൈയുടെ ഫ്രണ്ടിലുള്ളത് ആരാണ്? വൈയുടെ ഫ്രണ്ടിൽ ആരാണ്? 2 - 3k. അപ്പോൾ സ്ലോപ്പ് അതായത് m1 നമുക്ക് ആരിൽ നിന്ന് കിട്ടി? m1 -8k, അല്ലെങ്കിൽ അവിടെ തന്നെ അങ്ങ് എഴുതാം അല്ലേ? ഇതാണ് ആര്? m1 കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ആരെ വേണം? m2 വേണം. രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് എഴുതാം. എന്താണ്? kx + 8y + 7 = 0. അങ്ങനെയാണെങ്കിൽ അവിടെ സ്ലോപ്പ് എന്തായിരിക്കും? -a. -a എന്ന് പറഞ്ഞാൽ ആരാണ്ട? എക്സിൻ്റെ ഫ്രണ്ടിൽ നമ്പർ ആരാണ്? k -k ബൈ b എന്ന് പറഞ്ഞാൽ വൈയുടെ ഫ്രണ്ടിൽ നമ്പർ ആരാണ്? 8. സോ സ്ലോപ്പ് എന്താണ്ട? m2. അപ്പോൾ m1ഉം കിട്ടി, m2ഉം കിട്ടി. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ രണ്ട് സ്ലോപ്പിൻ്റെയും പ്രോഡക്റ്റ് എന്തായിരിക്കും? m1 × m2 എന്തായിരിക്കും?
-1 ആയിരിക്കും. M1 എന്ന് പറഞ്ഞാൽ ആരാണത്? -8k/2 - 3k ഇൻറ്റു M2 എന്ന് പറഞ്ഞാൽ ആരാണത്? -k/8 = -1. ഇവിടെ നമുക്ക് എന്താണ് 8ഉം 8ഉം എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. -k ഇൻറ്റു -k എന്താവും? മൈനസ് ഇൻറ്റു മൈനസ് ഇതാണ് ഇൻറ്റു ഇത് രണ്ടും കൂടെ പരസ്പരം ഇൻറ്റു ചെയ്യും. ഇതും കൂടെ പരസ്പരം എന്ത് ചെയ്യും? ഇൻറ്റു ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ -k ഇൻറ്റു -k എന്ന് പറഞ്ഞത് ആരാണ്ടാ? അത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. k ഇൻറ്റു k സ്ക്വയർ ആണ്. അപ്പോൾ ആൻസർ k² എന്താണ്? k²/2 - 3k ഇൻറ്റു 1 ഇവിടെ 1 അല്ലേ? അപ്പോൾ 2 - 3k = -1. -1 എങ്ങനെ ചേഞ്ച് ചെയ്യാനാണ്? -1/1 എന്ന് എഴുതുകയാണ്. അപ്പോൾ നമുക്കിതിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഈക്വൽ സിമ്പിൾ അപ്പുറം ഇപ്പുറത്ത് a/b = c/d ആണെങ്കിൽ നമുക്കിതിനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് എഴുതാം? AD = BC നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. A ഇൻറ്റു ഡി എന്താണ്? AD = B ഇൻറ്റു സി എന്താണ്? BC നമുക്ക് എന്താണ് എഴുതാനായിട്ട് പറ്റും. അത് ഇവിടെ അതുപോലെ തന്നെയാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? k² 1 ഇൻറ്റു ചെയ്യും. അതുപോലെ 2 - 3k എന്ത് ചെയ്യും? -1 നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു ചെയ്യും. അപ്പോൾ k² ഇൻറ്റു 1 k² എന്ന് പറഞ്ഞ ആൻസർ എന്താ? k² = -1 ഇൻറ്റു 2 - 3k അപ്പോൾ -2 - 3k k² ഈ മൈനസിന് നമ്മൾ അകത്ത് കൊടുക്കും. ഈ മൈനസിനെ ഈ 2നും കൊടുക്കും -3kക്കും കൊടുക്കും. അപ്പോൾ -2 +2 എന്താവും? -2 ആവും. -3k എന്താവും? +3k ആവും. ഇനി എല്ലാത്തിനും നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവരാം. ഇപ്പുറത്തെ k² ഉണ്ടല്ലോ. ഈ +3k ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? -3k എന്നാവും. -2 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? +2 = 0 എന്നൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും? വന്നെത്തും. ഈ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. വളരെയധികം ഈസിയാണ്. ഒന്നുമില്ല. നമ്മളിവിടെ k² ഫ്രണ്ടിലെ നമ്പർ നോക്കുക 1 ആണ്. 1 ആണെങ്കിൽ ഞാൻ പറയുന്ന ഈ ഒരു മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ട് നമ്പർ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ ഇവിടെ 2 കിട്ടണം. ആരെ കിട്ടണം? 2. ഇവിടെ 2 അല്ലേ? 2 എന്ന് പറയുന്ന നമ്പർ കിട്ടണം. അതേ സെയിം നമ്പർ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? കെയുടെ ഫ്രണ്ടിലുള്ള നമ്പർ ആരാ? -3. ഇങ്ങനെ ഒരു രണ്ട് നമ്പർ എന്ത് ചെയ്യണം? കിട്ടണം. ഒരേ നമ്പർ ഇൻറ്റു ചെയ്യുമ്പോൾ 2ഉം കിട്ടണം. അതേ സെയിം നമ്പർ ആഡ് ചെയ്യുമ്പോൾ -3യും കിട്ടണം. അങ്ങനത്തെ രണ്ട് നമ്പർ നിങ്ങൾ പറഞ്ഞേ. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. രണ്ട് നമ്പർ നിങ്ങൾ തന്നെ പറയണം. എന്താണ്? ഇൻറ്റു ചെയ്യുമ്പോൾ 2ഉം കിട്ടണം. ഇൻറ്റു ചെയ്യുമ്പോൾ 2ഉം കിട്ടണം. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? -3യും കിട്ടണം. നോർമലി 1 × 2 എന്താണ്ടാ? 2 ആണ്. കുഴപ്പമൊന്നുമില്ല. പക്ഷേ 1 + 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടൂല? -3 കിട്ടൂല. പക്ഷേ ആരെ കിട്ടും? 3 കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് രണ്ടിലും ഒരു മൈനസ് കൊടുത്ത് നോക്കിയാലോ? രണ്ട് നമ്പറിലും -1 × -2 ആൻസർ എന്താണ്? 2. -1 + -2 ആൻസർ എന്താണ്? -3 കിട്ടിയല്ലേ ഇവിടെ? നമുക്കൊരു കാര്യം ചെയ്യാം. എന്താണ് ഇവിടുത്തെ ആൻസർ? -1ഉം -2. -1 × -2 ആൻസർ എന്താണ്? 2 ആണ്. -1 + -2 ആൻസർ എന്താ? -3 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടുത്തെ കെയുടെ വാല്യൂ നിങ്ങൾ എടുക്കേണ്ടത് തന്നെയാണ്. കെയുടെ വാല്യൂ 2 വാല്യൂ കേക്കുണ്ട്. ഇവിടെ -1 ആണെങ്കിൽ നിങ്ങൾ അതിന് എന്തായിട്ട് എടുക്കുക? അതിൻ്റെ ഓപ്പോസിറ്റ് സിമ്പിൾ ആരാണ്ടാ? 1ഉം. -2 ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റ് സിമ്പിൾ ആരാണ്? 2 ആയിട്ട് എടുക്കുക. അപ്പോൾ കെയുടെ വാല്യൂ ഇവിടെ എന്താണ്ടാ? 1ഉം 2ഉം ആണ്. ഇങ്ങനെ 2 വാല്യൂ കേക്കുണ്ട്. കെയുടെ 2 വാല്യൂസ് എന്താ? 1ഉം 2ഉം ആണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ് മീറ്റ് ചെയ്യുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.